രോഹിതേട്ട, ഒരു സമയം വരെ നമുക്ക് എല്ലാവർക്കും ഈ ശബരിമലയെ കുറിച്ചുണ്ടായിരുന്ന ഒരു അത്ഭുതമായിരുന്നു, അല്ലെങ്കിൽ ഒരു ചുരുളഴിയാത്ത രഹസ്യം പോലെയായിരുന്നു മകരവിളക്ക് എന്ന് പറയുന്നത്. അത് പിന്നീട് അവിടെ ആളുകൾ വന്ന് തെളിയിക്കുന്നതാണ് എന്ന് തെളിഞ്ഞു. അതിനുശേഷം ഇപ്പൊ എല്ലാവരുടെയും, അല്ലെങ്കിൽ ഇപ്പൊ എന്നല്ല, ആ സമയത്ത് മുതൽ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അത്ഭുതമാണ് പെരുമഴയത്താണെങ്കിലും ആളിക്കത്തുന്ന ആഴി എന്ന് പറയുന്നത്. അതെന്താണ് അതിന്റെ പിന്നിൽ? ശബരിമല എന്നല്ല, ഏത് മതവിസ്തരുടെ ദേവതാ സങ്കല്പങ്ങളുടെ കൂടാരങ്ങളായാലും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും എല്ലാം അവിടെയെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഓരോ വിശ്വാസികളും. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം 41 ദിവസ കാലഘട്ടത്തിൽ ഭക്തജനങ്ങൾ, ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു ഭഗവത് കേന്ദ്രമാണ് ഈ ശബരിമല എന്ന് പറയുന്നത്. ശബരിമലയിലെ ആഴി, ശബരിമല നട തുറക്കുന്ന ദിവസം ശബരിമല മേൽശാന്തി കൊളുത്തി വയ്ക്കുന്ന അഗ്നിയാണ്. പിന്നീട് അത് ശബരിമല സീസൺ കഴിഞ്ഞ് 41 ദിവസങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ശബരിമല നട അടയ്ക്കുമ്പോഴാണ് ആഴിയും കെടുത്തി മാറ്റുന്നത്. നോക്കൂ, അവിടെ നെയ്ത്തേങ്ങ, അതായത് ശബരിമലയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന, ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായി നമ്മൾ കരുതി കൊണ്ടുപോകുന്ന നെയ്ത്തേങ്ങ, ആ നെയ്ത്തേങ്ങ ഭഗവത് ദർശനം കഴിഞ്ഞ ശേഷം അവിടെ നെയ്ത്തോണിയിൽ നെയ്ത്തേങ്ങ ഉടച്ച് നെയ് ഭഗവാന് സമർപ്പിച്ച് അതിൽ കൊണ്ടുപോകുന്ന തേങ്ങ നമ്മൾ ആഴിയിൽ സമർപ്പിക്കുന്നു. ഹൈന്ദവ ആചാരപ്രകാരം അഗ്നി, അത് പഞ്ചഭൂതങ്ങളിലൊന്നായ അഗ്നിക്ക് വളരെ പ്രാധാന്യമാണുള്ളത്. നമ്മൾ ഏതൊരു സൽപ്രവൃത്തി ചെയ്യുമ്പോഴും, ഏതൊരു ദൈവികമായ പ്രവൃത്തി ചെയ്യുമ്പോഴും അഗ്നിയുടെ സാന്നിധ്യം നമ്മൾ ഉറപ്പാക്കും. ആദ്യം ഒരു നിലവിളക്ക് കൊളുത്തിരിക്കും. അത്തരത്തിൽ ശബരിമലയിലെ അഗ്നിയുടെ പഞ്ചഭൂതങ്ങളിലൊന്നായ അഗ്നിയുടെ സാന്നിധ്യമാണ് ആഴി കൊണ്ട് കണക്കാക്കപ്പെടുന്നത്. ഈ ആഴി എന്ന് പറയുന്നത്, നോക്കൂ, ഈ നെയ്ത്തേങ്ങയും നെയ്യും ചേർന്ന തേങ്ങ അതിങ്ങനെ കത്തി അതൊരു വലിയ, എല്ലാ ദിവസവും ഓരോ മിനിറ്റിലും അവിടേക്ക് ഈ കത്താനുള്ള മെറ്റീരിയൽ, അതായത് ഈ തേങ്ങ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് ചിരട്ടയുടെ ചൂട് നമുക്കറിയാം, അതിൽ നെയ്യും കൂടി ചേരുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ നമുക്കറിയാം. അതുകൊണ്ടാണ് ഏത് പെരുമഴയത്തും ഇത് കെടാതെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. അത്രത്തോളം ചൂട് അവിടെ തങ്ങി നിൽക്കുന്നത്. അതൊരു അത്ഭുതമല്ല, അത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. പക്ഷേ നോക്കൂ, അവിടെ അത്ഭുതങ്ങളായി മറ്റു പലതുമുണ്ട്. ഈ ആഴിക്കടുത്ത് നിൽക്കുന്നൊരു അരയാൽ വൃക്ഷമുണ്ട്. അതായത് ഹൈന്ദവ ആചാരപ്രകാരം ഭഗവാന്റെ വൃക്ഷമാണ് ഈ പറയപ്പെടുന്ന ആൽമരങ്ങൾ. അതിനും ആൽമരങ്ങളെ വലം വെച്ച് തൊഴുതതിന് ശേഷം ക്ഷേത്രദർശനം നടത്തുന്ന ഒരു സങ്കല്പം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. അതിന് അത്രത്തോളം ദൈവീകമായ വൃക്ഷമായിട്ടാണ് ആൽമരത്തെ കാണുന്നത്. ആഴിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ആൽമരത്തിൻ്റെ ഒരു ഇല പോലും ഇത്രത്തോളം ചൂടും തീയും തട്ടിയിട്ടും കരിയുന്നില്ല എന്നത് ഒരത്ഭുതമാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അതിൻ്റെ പുതിയ ഇലകൾ അവിടെ നാമ്പിടുന്നുണ്ട്. അത് അതിൻ്റെ കാലാവധി പൂർത്തിയാക്കി പൊഴിഞ്ഞു വീഴുന്നുണ്ട്. പക്ഷേ അത് കരിഞ്ഞു പോകുന്നില്ല എന്നത് വലിയൊരു അത്ഭുതമാണ്. നോക്കൂ, എന്താണ് ഈ നെയ്ത്തേങ്ങ സങ്കല്പം? നമ്മൾ നെയ്ത്തേങ്ങയുമായി ഭഗവാനെ കാണാൻ ചെല്ലുന്നു. ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങയുമായി നമ്മൾ ഭഗവാനെ കാണാൻ 18-ാം പടി ചവിട്ടി ക്ഷേത്ര സന്നിധിയിലെത്തി ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ മനസ്സാണ് ആ നെയ്ത്തേങ്ങയ്ക്കുള്ളിൽ നിറച്ചിരിക്കുന്ന നെയ്യ് എന്ന് പറയുന്നത്. നെയ് തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമാണ്. മനുഷ്യൻ്റെ എല്ലാവരുടെയും അവസാനം എവിടെയാണ്? അഗ്നിയിലാണ്, അല്ലെങ്കിൽ മണ്ണിലാണ്. ഏതൊരു മതവിശ്വാസപ്രകാരം പഞ്ചഭൂതങ്ങളിൽ ഒന്നിലേക്ക്, പ്രകൃതിയിലേക്ക് നമ്മളുടെ ശരീരത്തെ ലയിച്ചു ചേർക്കുന്നു. അവിടെയാണ് നമുക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശബരിമലയിലേക്ക് ചെല്ലുന്നത് എന്തിനാണ്? നമുക്ക് മോക്ഷം ലഭിക്കാനാണ്, അനുഗ്രഹം ലഭിക്കാനാണ്. നമ്മുടെ മനസ്സുള്ള സകല അഹങ്കാരങ്ങളെയും സകലതിനെയും നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിച്ച് നമ്മുടെ ശരീരമാകുന്ന നെയ്ത്തേങ്ങയെ ഈ പറയപ്പെടുന്ന അഗ്നിയിൽ കളഞ്ഞ് പുതിയൊരു ജന്മമായി നമ്മൾ തിരിച്ചിറങ്ങും. ഇതാണ് അവിടുത്തെ ഒരു സങ്കല്പം. നമ്മളുടെ അതുവരെ ഉണ്ടായിരുന്ന പാപങ്ങളും പുണ്യങ്ങളും എല്ലാം അവിടെ പാപമെല്ലാം അവിടെ ഉപേക്ഷിക്കുന്നു. ദർശന പുണ്യത്തോടെ നമ്മൾ മലയിറങ്ങി തിരിച്ച് ഭവനങ്ങളിലേക്ക്, നമ്മുടെ കർമ്മപദങ്ങളിലേക്ക് എത്തുന്നു. ഒരു പുതിയ ജന്മമാണ്, പുതിയൊരാളായാണ് നമ്മൾ ശബരിമല ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കുണ്ട്. ചിലർ പറയും പമ്പയിൽ സ്നാനം ചെയ്യും, പമ്പയിൽ പാപങ്ങൾ കഴുകി തീർത്ത് പുതിയൊരാളായിട്ടാണ് മലയോട്ടി അയ്യനിലേക്ക് ചെല്ലുന്നത്. ബാക്കിയുള്ളവയെല്ലാം അവിടെ സമർപ്പിച്ച് തിരിച്ചിറങ്ങി വന്നിട്ട് വീണ്ടും പമ്പയിൽ കുളിക്കരുത് എന്ന് പറയുന്നവരുണ്ട്. അതായത് ശബരിമലയിൽ നിന്ന് കിട്ടിയ പുണ്യം അവിടെ കഴുകി കളഞ്ഞിട്ട് വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇതാണ് അവിടുത്തെ ഒരു സങ്കല്പം. നമുക്ക് എത്രയോ മഹത്തരമായ ഒരു സങ്കല്പമാണ്. വർഷത്തിലൊരിക്കൽ തുറന്നു വയ്ക്കുന്ന നട എല്ലാവർക്കും വേണ്ടി, മാസാപൂജയ്ക്ക് വേണ്ടി തുറക്കാറുണ്ട്. 5 ദിവസം ദർശനമുണ്ട്. 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ, മലയാള മാസത്തിൻ്റെ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ അവിടെ ദർശനം അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറയപ്പെടുന്ന ബാക്കി ദിവസങ്ങളിൽ വർഷത്തിലൊരിക്കൽ ഒരു ദേവസന്നിധിയിലെത്തി നമ്മളുടെ പാപങ്ങളും പുണ്യങ്ങളും ഒക്കെ ഭഗവാന് മുന്നിൽ കണ്ണീരോടെ തൊഴുതു പ്രാർത്ഥിച്ച് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ് ചെയ്യാൻ പോകുന്ന സൽപ്രവർത്തനങ്ങൾക്ക് അനുവാദം ചോദിച്ച് തിരിച്ചു മടങ്ങിയെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ സങ്കല്പമാണ്. ആ സങ്കല്പത്തെ, അത് ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ചോദ്യമാണ്. അവിടെ പ്രകൃതിയിൽ എന്താണ് ഈശ്വരൻ? പഞ്ചഭൂതങ്ങളെ നമ്മൾ ഭഗവത് സങ്കല്പങ്ങളായിട്ടല്ലേ കാണുന്നത്. ഇതിനെല്ലാം ഒരു പവറുണ്ട്.
ഇല്ലേ? സ്വാഭാവികമായിട്ട് നമ്മളെയൊക്കെ ഇവിടെ ജീവിക്കുകയും നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരു പവർ പ്രപഞ്ചത്തിലുണ്ട്. ഒരു നിമിഷം വായു ഇല്ലാണ്ടായാൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. മണ്ണൊന്ന് കുലുങ്ങിയാൽ മനുഷ്യൻ ഇല്ലാണ്ടാകും. അഗ്നി ഒന്ന് ആളിക്കത്തിയാൽ മനുഷ്യൻ, ഇതിനെ നമ്മളെ ജനിപ്പിക്കാനും നശിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒന്നാണ് ഈ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നും. അപ്പോൾ ഇതിൻ്റെ എല്ലാം സാന്നിധ്യം, ഇതിൻ്റെ എല്ലാം ഒരു പവറാണ് അവിടെ ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു സങ്കല്പം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ഓരോന്നിനും അവിടെ ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓരോ നിർമ്മാണങ്ങൾ, അതായത് കാലാകാലങ്ങളായി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ ആചാരങ്ങൾക്ക് പിന്നിലും ഓരോ നിർമ്മിതികൾക്ക് പിന്നിലും ഓരോ സങ്കല്പങ്ങളാണ്. അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും തുടങ്ങിയാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തൊരു തലത്തിലേക്ക് നമുക്കതിനെ കൊണ്ടുപോകാൻ ചെയ്തു. നോക്കൂ, നമ്മളവിടെ ചെല്ലുമ്പോൾ തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതാണല്ലേ ഏറ്റവും നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. നമ്മൾ ആരെയാണോ തേടി നടക്കുന്നത് അത് നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ ഒന്ന് തിരിച്ചറിയുക, അതിനെ തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ്. ആ തിരിച്ചറിവിലേക്കുള്ള യാത്ര അതികഠിനമാണ് എന്ന് തെളിയിക്കുന്നതിനാണ് ഈ ശബരിമല എന്ന് പറയുന്ന സന്നിധാനത്തേക്ക് ടെക്നോളജി വളർന്നു. ഇന്ന് കഴുതപ്പുറത്ത് സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിടത്ത് ട്രാക്ടറിലേക്ക് വഴിമാറി. അവിടെ ഇപ്പോൾ ഫോഴ്സിൻ്റെ ഗൂർഖ എന്ന് പറയുന്ന വാഹനം ആംബുലൻസായി സന്നിധാനം വരെ പോകാൻ തുടങ്ങി. ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കിയെടുത്ത് അവിടെ റോഡ് ഗതാഗതം ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ആണോ? ശബരിമലയിൽ വനംവകുപ്പിൻ്റെതായ വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കൾ ഒരുപക്ഷെ ഏറ്റെടുക്കാൻ സർക്കാരിന് സാധിച്ചാൽ അവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കാം. പക്ഷെ അങ്ങനെയല്ല, അതൊരു സംവിധാനം, ഒരു സിസ്റ്റമാണ്. അവിടെ അത്രത്തോളം കഷ്ടപ്പെട്ട് മാത്രം ഈസിയായ ഒരാളും അവിടേക്ക് കടന്നു ചെല്ലണ്ട. മോക്ഷത്തിലേക്കുള്ള യാത്ര അത് അതികഠിനമാണ്. ഭഗവാനിലേക്കുള്ള യാത്ര അതികഠിനമാണ്. ആ കഠിനതകൾ സഹിച്ച് വേണം അവിടേക്ക് എത്താൻ എന്നുള്ളത് തന്നെയാണ് ആ ദേവതാ സങ്കല്പം. ആ ദേവതാ സങ്കല്പം മാത്രമല്ല, ഇപ്പോൾ പളനിമല മുരുകൻ ഇരിക്കുന്നത് മലയ്ക്ക് മുകളിലാണ്. പക്ഷെ നമുക്ക് അവിടെ റോപ്പ് വേ ഒക്കെ ഉണ്ട്. 1001 പടികൾ ചവിട്ടി വേണം മുരുകനെ കാണാൻ, മുരുകനെ ദർശിക്കാൻ വേണ്ടി, പളനിയിലേക്ക് ചെല്ലാൻ വേണ്ടി. എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദേവതാ സങ്കല്പങ്ങൾ, ഇത്തരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ശക്തി ഉണ്ട്. നോക്കൂ, ഇപ്പം ഈശ്വര സങ്കല്പം എന്നതിനും അപ്പുറത്തേക്ക് മാറ്റിയാൽ ഒരാൾക്കുണ്ടാകുന്ന ദൈവികമായ ഒരു ഓറ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? മാതാ അമൃതാനന്ദമയി ദൈവമെന്ന് വിളിക്കുന്നവരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ മുന്നിലേക്ക് എത്തുന്ന ഓരോ ആളുകളും അവരെ നോക്കി പ്രാർത്ഥിക്കുകയാണ്, അമ്മേ രക്ഷിക്കണേ. അപ്പോൾ ഇത്രയും പേരെ കാണുമ്പോൾ ഇവരുടെയൊക്കെ എനർജി അവരിലേക്ക് ആവാഹിക്കപ്പെടുകയാണ്. ആ എനർജി അവരിലുണ്ട്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇപ്പം നമ്മൾ വീട്ടിൽ വെറുതെ കിടക്കുന്ന ഒരാളും അതേസമയം പുറത്തിറങ്ങി കുറേ പേരുമായി സഹകരിക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ സമയത്ത് നമ്മൾ ആക്റ്റീവ് ആവും. അനുപമ ഇപ്പോൾ രാവിലെ ഇന്ന് മടിയടിച്ച് വീട്ടിൽ കിടക്കുകയാണ്. അന്ന് അനുപമയ്ക്ക് ഉണ്ടാകുന്ന ഒരു എനർജി ആയിരിക്കില്ല പുറത്തിറങ്ങി ഓഫീസിൽ വന്ന് 10-20 പേരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ആ എനർജിയുമായിരിക്കില്ല പുറത്തിറങ്ങി ഒരു സാമൂഹിക പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എനർജി. നമുക്ക് ചില നേതാക്കന്മാരെ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു ഓറ ഉണ്ടാവും. അവരെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. കാരണം അവരൊരു ദിവസം സഹകരിക്കുന്നത്, സംസാരിക്കുന്നത്, ഡീൽ ചെയ്യുന്നത് അത്രത്തോളം ആളുകളിലേക്കാണ്. ഇവരുടെയൊക്കെ എനർജിയെ അവർക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ എനർജി മറ്റൊരാൾക്ക് ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ചില ദിവസങ്ങൾ ഭയങ്കര നെഗറ്റീവാണ്. ചില ആളുകൾ അദ്ദേഹം ചിലപ്പോൾ വന്നിട്ട് നമ്മുടെ മുന്നിൽ നമ്മളുള്ള സ്നേഹത്തോട് സംസാരിച്ചാൽ നമുക്കത് നെഗറ്റീവ് അടിക്കുന്നത് അയാളിൽ നിലനിൽക്കുന്ന നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇത്രത്തോളം ആളുകൾ നല്ല മനസ്സോടുകൂടി ലോകം നന്നാകണമേ, ഞാൻ നന്നാകണമേ, ഇതിനെല്ലാം വന്ന് ആ ഭഗവാനെ തൊഴുമ്പോൾ ആ ഭഗവത് ബിംബം ഉണ്ടാക്കിയിരിക്കുന്ന ശിലയ്ക്ക് ലഭിക്കുന്ന ഒരു പവറുണ്ട്. ആ പവർ തന്നെയാണ് ദൈവികത എന്ന് വിശ്വസിക്കുന്നത്. ഉറപ്പായും ഞാൻ പറഞ്ഞല്ലോ, ദേവതാ ക്ഷേത്ര സങ്കല്പങ്ങളിൽ ആൽമരങ്ങളെ ദൈവവൃക്ഷമായി കാണുന്നു. ആ ദൈവവൃക്ഷത്തെ തൊഴുതു പ്രാർത്ഥിക്കുന്നു. അത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു പവർ. പക്ഷെ എന്ത് പവർ ഉണ്ടായാലും അഗ്നിയിൽ കരിയാത്ത ഇലകളില്ലല്ലോ, അഗ്നിയിൽ കരിയാത്ത മരങ്ങളുമില്ല. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് പലപ്പോഴും അത്തരത്തിലുള്ള അത്ഭുതങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഒരുപക്ഷെ അത് ആ ചൂടിനെ ഈ ആര് അവിടെ വളർന്നു വരുന്ന കാലം മുതൽ ഈ ആഴിയുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള സ്വയം ഒരു ത്രാണി പ്രപഞ്ചം തന്നെ അതിന് നൽകിയിട്ടുള്ളതാകാം. എന്തായാലും ശബരിമല വിഷയങ്ങളിൽ പല വിവാദങ്ങളും പലരും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം വിവാദങ്ങൾക്ക് പിന്നാലെ ഒന്നും പോകാതെ എന്താണോ നമ്മുടെ മനസ്സിലുള്ള അയ്യപ്പൻ അല്ലെങ്കിൽ മണികണ്ഠൻ അല്ലെങ്കിൽ ശാസ്താവ് ഏത് പേരിട്ട് വിളിച്ചാലും ശബരിമലയിൽ ഇരിക്കുന്ന ദേവതാ സങ്കല്പത്തിലേക്ക് ഓടിയെത്തി ആളുകൾക്ക് വിശ്വാസമുള്ളവർ അത് ചെയ്യട്ടെ, വിശ്വാസമില്ലാത്തവർക്ക് അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. ഒരിക്കലെങ്കിലും ശബരിമലയിൽ പോയി തൊഴുതിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ഒരു പവർ. വീണ്ടും അവിടത്തേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാന്തിക ശക്തി ശബരിമലയ്ക്കുണ്ട്. കാന്തമല എന്ന് പറയും. അപ്പോൾ അവിടത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന, ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഒരിക്കൽ ഈ മാസം തൊഴിലിന് പോയിക്കൊണ്ട് ഞങ്ങളൊരു കുറേ പേര് ചേർന്നിട്ട്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു 1-2 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അവിടെ നിന്ന് നമ്മൾ പോകും. അതിനെ നമ്മൾ കാണുന്ന, ഒന്ന് ഭഗവാനെ കാണാം, 2 നമുക്ക് കിട്ടുന്നൊരു വ്യായാമമാണ്. എല്ലാ മാസവും ലഭിക്കുന്ന ഒരു വലിയ വ്യായാമമാണ് ഈ മലകയറ്റം എന്ന് പറയുന്നത്. ഒരിക്കൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ പോകാനിരുന്ന വണ്ടിക്ക് രാവിലെ സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേറെ വണ്ടികളില്ലാത്തതുകൊണ്ട് ഇത്രയും പേർക്ക് ഒരുമിച്ച് പോകണമല്ലോ, വലിയ വണ്ടി വേണം. ഞങ്ങളെ ഒരു സുഹൃത്ത്, ജീപ്പുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, താങ്കൾ വരുന്നുണ്ടോ? പറഞ്ഞു, ഞാൻ വരുന്നൊന്നുമില്ല, ഒന്ന് വാ, ഞങ്ങളുടെ വണ്ടിയില്ല. നിങ്ങൾ വണ്ടി കൊണ്ടുപോകും? അല്ല, വാ, വെറുതെ ഇരിക്കില്ല, എന്നാൽ ഞാനും വരാം.
ഞാൻ പമ്പ വരെ വരത്തുള്ളൂ, ഞാൻ ശബരിമലയ്ക്ക് വരില്ല എന്ന് പറഞ്ഞു. അപ്പം ശരി, അങ്ങനെ നമ്മൾ ശബരിമലയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ജീപ്പിൽ മലയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ വ്യാപൃതന അതൊക്കെ തീർത്ത് വെച്ചിട്ടാണ് പെട്ടെന്ന് ഓടിക്കൊണ്ട് വരുന്നു. കുളിച്ചിട്ട് വന്നു ഞങ്ങൾ പമ്പയിൽ കുളിച്ചു, മലയോട്ടെ. അപ്പോൾ പുള്ളി, ഞാനിനി ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്നത് എന്തിനാ, അപ്പോൾ ഈ മാസം തൊഴിലിന് ചെല്ലുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല, ഇനി വല്ല പുലിയും വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകണോ എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മുടെ കൂടെ മല കയറാൻ തയ്യാറാണ്, ഞങ്ങളോടുള്ള കമ്പനി. പുള്ളി അങ്ങോട്ട് പോകുമ്പോഴും പല കമൻറ്റുകളൊക്കെ അടിക്കുന്നുണ്ട്, ഈ കാട്ടുപന്നിയൊക്കെ കാണുന്നു, കൂടെ കാട്ടുപന്നി പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നമ്മളെല്ലാം ഭഗവാനെ കാണുക എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് നാട്ടിലൊക്കെ വിശേഷങ്ങൾ പറഞ്ഞ് ശരണം വിളിച്ച് മലയെ ഒട്ടി അവിടെ ചെന്ന് സന്നിധാനത്ത് പോയി. സന്നിധാനത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കവിടെ കുറേ നേരം നിന്ന് തൊഴാൻ പറ്റി. പരിചയമുള്ളൊരു പോലീസുകാരനുണ്ടായിരുന്നു, മാസം തൊഴിലിന് തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് അന്നാണ് ഇദ്ദേഹം ഒരുപാട് വട്ടം ഇദ്ദേഹം ശബരിമലയിൽ പോയിട്ടുണ്ട്, വീട്ടുകാരുടെ കൂടി അല്ലാതെയൊക്കെ പോയിട്ടുണ്ട്. അന്നാണ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ ശാസ്താ വിഗ്രഹം, ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹം ദർശിക്കുന്നത്. മറ്റേതെന്താ, സെക്കൻഡുകളെ കിട്ടുള്ളൂ, അപ്പോഴേക്കും നമ്മളെ തെള്ളി മാറ്റും. ഇദ്ദേഹം മുന്നിൽ നിന്ന് മനസ്സ് നിറഞ്ഞ് തൊഴുതു. പിന്നീട് അദ്ദേഹത്തിനായിരുന്നു എല്ലാ മാസവും ആവേശം, പോണ്ടേ 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 എന്ന് ചോദിച്ചിട്ട്. അത്തരത്തിലൊരു കാന്തിക ശക്തിയുള്ള ഭഗവൽ കേന്ദ്രമാണ് ശബരിമല. കഴിയുന്നവർ പോകട്ടെ, വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ, ഇല്ലാത്തവർ വിശ്വസിക്കാതിരിക്കാം.